ചിദംബരം നടരാജ ക്ഷേത്രത്തിലെ 5 സഭകളിൽ ചിത് സഭ എന്നറിയപ്പെടുന്ന നടരാജ സന്നിധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിത് സഭയോട് ചേർന്നാണ് കനകസഭ. ചിത് സഭയിലാണ് ഭഗവാൻ സദാ ആനന്ദ താണ്ഡവം ആടുന്ന തരത്തിലുള്ള നടരാജ പ്രതിഷ്ഠ. ഇവിടത്തെ പ്രത്യേകത ഭഗവാനെ ഇവിടെ 3 രീതികളിൽ ആരാധിക്കുന്നു എന്നതാണ്. അതായത് ശിവനെ ഇവിടെ രൂപമായും, രൂപാരൂപമായും, അരൂപമായും ആരാധിക്കുന്നു. ചിദംബരനാഥനെ രൂപമായി ആരാധിക്കുന്നതാണ് ഭഗവാൻ ആനന്ദ താണ്ഡവമാടുന്ന തെക്കോട്ട് ദർശനമായുള്ള നടരാജ വിഗ്രഹം. യമനെ ജയിച്ചതിനാലാണ് ഭഗവാൻ ഇവിടെ തെക്കോട്ട് ദർശനമായിരിക്കുന്നത്. നടരാജമൂർത്തിയുടെ ഇടതുവശത്തായി പാർവതീദേവിയുടെ പ്രതിഷ്ഠ കാണാം. ഭഗവാന്റെ നൃത്തം കണ്ട് ആസ്വദിക്കുന്ന ദേവി ഇവിടെ ശിവകാമ സുന്ദരിയായി അറിയപ്പെടുന്നു. രണ്ടാമത്തേത് ഭഗവാനെ രൂപാരൂപത്തിൽ ആരാധിക്കുന്ന സ്ഫടികലിംഗമാണ്. ചന്ദ്രമൗലീശ്വര ലിംഗം എന്നാണ് സ്ഫടികലിംഗത്തിന്റെ മറ്റൊരു നാമം. മൂന്നാമത്തേതാണ് പ്രശസ്തമായ ചിദംബര രഹസ്യം. ഭഗവാനെ അരൂപിയായി ആരാധിക്കുകയാണിവിടെ. ചിത് സഭയിൽ നടരാജമൂർത്തിയുടെ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട്. അവിടെ തിരശീല നീക്കിയാൽ നമുക്ക് ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കില്ല. പകരം തങ്കത്താൽ തീർത്ത ബിൽവ ഇലകൾ അഥവാ കൂവള ഇലകൾ കാണാം. തില്ലൈ ദീക്ഷിതർകൾ എന്നറിയപ്പെടുന്ന പൂജാരികൾ അവിടെ ശൂന്യതയ്ക്ക് ആരതി ഒഴിയും. ഇതിനർത്ഥം ഭഗവാൻ ഇവിടെ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ്. ആകാശം എന്നത് രൂപമില്ലാത്തതും തൊടാൻ സാധിക്കാത്തതുമാണല്ലോ. അതുപോലെയാണ് ഇവിടെ ഭഗവാനും. ഭക്തരുടെ മനസ്സിൽ ഭഗവാനെ എങ്ങനെ ദർശിക്കാൻ സാധിക്കുമോ അതാണിവിടെ ഈശ്വരൻ. മനസ്സുകൊണ്ട് ശരിക്കും ഈശ്വരനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഭക്തന് അത് സാധ്യമാകുകയുള്ളൂ. അഖണ്ഡ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ ശൂന്യതയിൽ ആരാധിക്കുകയാണിവിടെ. അതാണ് ചിദംബര രഹസ്യം.